ഇപ്പോൾ ഞാനുള്ളത് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിന് മുമ്പിലാണ്. ഇത് താനെ മുംബൈ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ദേശീയോദ്യാനമാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്. ഇന്നത്തെ എൻ്റെ യാത്ര ഇതിനകത്തേക്ക് കനേരി കേവ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് 100-ലധികം ഗുഹാമുഖങ്ങളുള്ള പണ്ടുകാലത്ത് മുനിമാരൊക്കെ തപസ് ചെയ്തിരുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ഇതാണ് എൻട്രി ഗേറ്റ്. ഇവിടെ നിന്ന് 94 രൂപയാണ് ഇതിനകത്തേക്ക് കിടക്കാനുള്ള ചാർജ് ഒരു മുതിർന്ന പൗരന് വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സൈക്കിളിൽ യാത്ര ചെയ്യണമെങ്കിൽ 300 രൂപ കെട്ടിവെച്ചാൽ നമുക്ക് സൈക്കിൾ കിട്ടും. 80 രൂപയാണ് 2 മണിക്കൂർ നേരത്തേക്ക് വാടകയായിട്ട് അവർ ഈടാക്കുന്നത്. ഇതല്ലാതെ നമുക്ക് ഷെയർ ടാക്സികൾ നമുക്ക് കനേരി കേവ്സിലേക്ക് പോകാനായിട്ട് ഉപയോഗിക്കാം. 50 രൂപയാണ് ഒരാൾക്ക് ഷെയർ ടാക്സിയുടെ ചാർജായിട്ട് ഈടാക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഓരോ 15 മിനിറ്റിലും മുംബൈ മഹാനഗരപാലികയുടെ ബസ് അവൈലബിൾ ആണ്. 10 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജായിട്ട് ഈടാക്കുന്നത്. ഇട ദിവസങ്ങളിൽ 15 മിനിറ്റിലും ഞായറാഴ്ച ദിവസങ്ങളിലും ഒഴിവ് ദിവസങ്ങളിലും ഓരോ 10 മിനിറ്റിലും ഇടവിട്ട് ബസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബസ്സിലാണ് നമ്മളിന്ന് യാത്ര. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ്സാണ് വരുന്നത്. അത് ഇവിടത്തോളം വരെയുള്ളൂ. ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് ആ ബസ്സിൽ തന്നെ കയറി നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് നേരത്തെയുള്ള യാത്രയാണ്. ഏകദേശം 6-7 കിലോമീറ്ററിനകത്തൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബസ്സിലാണ് നമുക്ക് ഇനി ഇവിടെ നിന്നുള്ള യാത്ര. ഏകദേശം 10 രൂപയാണ് ഒരാൾക്ക് ബസ് ചാർജായിട്ട് ബസ്സിൽ വാങ്ങുന്നത്. മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ താനെ, മുംബൈ സബർബൻ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ദേശീയ ഉദ്യാനമാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്. ബോറിവല്ലി എന്ന സ്ഥലത്ത് ഇത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ബോറിവല്ലി നാഷണൽ പാർക്ക് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. 87 ചതുരശ്ര കിലോമീറ്ററാണ് ഈ ഉദ്യാനത്തിൻ്റെ വിസ്തൃതി. കദംബം, തേക്ക്, ഇന്ത്യൻ കോറൽ മരങ്ങൾ തുടങ്ങിയ വൃക്ഷങ്ങൾ ഇവിടെ ധാരാളമായിട്ട് വളരുന്നുണ്ട്. ബുദ്ധമത ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള കനേരി കേവ്സുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ നാഷണൽ പാർക്കിന് ഉള്ളിലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബുദ്ധമത സന്യാസിമാർ ഇവിടെ എത്തുകയും ഇവിടെയുള്ള കൂറ്റൻ പാറക്കെട്ടുകൾ തുറന്ന് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമൊരുക്കുകയും ചെയ്തു. അങ്ങനെ പൂർത്തിയായതും പൂർത്തിയാവാത്തതുമായ 100-ലധികം ഗുഹാമുഖങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പരീക്ഷാകാലമായതുകൊണ്ട് തന്നെയാവാം ഇന്ന് സന്ദർശകർ വളരെ കുറവാണ്. ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകൾ അവൈലബിൾ ആണ്. അവിടെ തണ്ണിമത്തനും വെള്ളരിയും പേരയ്ക്കയും നാരങ്ങ വെള്ളവും ഒക്കെ വിൽക്കുന്ന ചെറിയ കടകൾ. അങ്ങനെ ഇപ്പോൾ നമ്മൾ കനേരി കേവ്സിൻ്റെ മുൻപിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം 100-ലധികം സ്റ്റെയർ കേസുകൾ കയറി വേണം മുകളിലേക്ക് എത്താനായിട്ട്. എന്നിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് അകത്തേക്ക് കിടക്കാനുള്ള എൻട്രി ടിക്കറ്റൊക്കെ നമുക്ക് എടുക്കാൻ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലെത്തി. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് അകത്തേക്ക് കിടക്കാനായിട്ട്, അതായത് കനേരി കേവ്സിൻ്റെ എൻട്രൻസ് കടന്ന് അകത്തേക്ക് കിടക്കാനായിട്ട് നമുക്കൊരു ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറാണിത്. ഇവിടെ നിന്ന് ഏകദേശം 25 രൂപയാണ് ഒരാൾക്ക്, മുതിർന്ന ഒരാൾക്ക് ചാർജ് വരുന്നത്. ആ 25 രൂപ കൊടുത്ത് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കിടക്കാൻ. നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് നമുക്ക് ഈ ഗുഹകളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണവും അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു മാപ്പൊക്കെ സൈഡിലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാപ്പിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നും ഓരോ ഗുഹകളുടെയും സ്ഥാനം എവിടെയാണെന്നും എത്രത്തോളം ഗുഹകളുണ്ടെന്നും ഒക്കെ വ്യക്തമായിട്ട് അതിൽ വിവരിച്ചിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് സഞ്ചാരികൾക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പൂന്തോട്ടം പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ഉച്ച സമയമാണ്. എങ്കിലും സഞ്ചാരികളൊക്കെ മുന്നത്തെ ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികളൊക്കെ വളരെയധികം കുറവാണ്. കറുത്തമല എന്ന് അർത്ഥം വരുന്ന സംസ്കൃത പദമായ കൃഷ്ണഗിരിയിൽ നിന്നുമാണ് കാനേരി എന്ന പേര് വന്നു ചേർന്നത്.
വലിയ ബസാൾട്ട് പാറയിൽ നിന്നും കൊത്തിയെടുത്ത ഗുഹകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ക്രിസ്തുവിന് മുൻപ് ആദ്യ നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവിന് ശേഷം 10-ാം നൂറ്റാണ്ട് വരെ ഈ ഗുഹകളുടെ ചരിത്രം നീളുന്നുണ്ട്. ബസാൾട്ടിൽ നിന്നും 109 ഗുഹകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ ഗുഹകളിലും കട്ടിലായി ഒരു വലിയ പാറക്കഷ്ണമുണ്ട്. സ്തൂപം എന്ന് പറയുന്ന വലിയ കൽത്തൂണുകൾ പോലെയുള്ള ബുദ്ധമത ക്ഷേത്ര ഹാളും ഇതിനകത്തുണ്ട്. കുന്നിൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന മഴക്കാലത്തൊക്കെ വരുന്ന വെള്ളം അവർ സംഭരിച്ച് വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കിണർ പോലെ, പാറ തുരന്നുണ്ടാക്കിയ കിണർ പോലെയുള്ള ഒരു സ്ഥലത്ത് അവർ ഈ മുകളിൽ നിന്ന് വരുന്ന വെള്ളം സൂക്ഷിച്ചു വെക്കുകയും അവരുടെ ദിനചര്യകൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗുഹകൾ സ്ഥിരം സന്യാസി ആശ്രമങ്ങളാക്കിയതിനു ശേഷം ബുദ്ധൻ്റെ വാക്കുകളെല്ലാം എല്ലാ ഗുഹകളിലും ആലേപനം ചെയ്യപ്പെടുകയും 3-ാം നൂറ്റാണ്ടോടുകൂടി കനേരി കൊങ്കൺ തീരത്തുള്ള പ്രധാനപ്പെട്ട ബുദ്ധമതത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വാസസ്ഥലമായി മാറുകയും ചെയ്യുകയുണ്ടായി. 51 വ്യക്തതയുള്ള ലിഖിതങ്ങളും 26 ശിലാലേഖനങ്ങളും കനേരിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ബ്രഹ്മി, ദേവനഗരി എന്നിവയിലുള്ളവയും ഗുഹ 90 നമ്പർ ഗുഹയിലുള്ള 3 പഹലാവി ശിലാലേഖനങ്ങളും ഉൾപ്പെടുന്നു. പ്രധാനപ്പെട്ട ഒരു ലിഖിതത്തിൽ സദാവന രാജാവായിരുന്ന വിശിഷ്ടപുത്ര സത്കർണിയും രുദ്രദമൻ്റെ മകളുമായുള്ള വിവാഹത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. കനേരിയിൽ കാണപ്പെട്ട 494-495 കാലഘട്ടത്തെ ലിഖിതത്തിൽ ത്രൈക്കൂടക രാജവംശത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെയുള്ളതിൽ ഏറ്റവും വലിയ ഗുഹ. ഇതിനകത്ത് ശിവലിംഗവും പ്രാർത്ഥനാ ഹാളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ 2 ഭാഗത്തുമായിട്ട്, വലതുവശത്തും ഇടതുവശത്തുമായിട്ട് ശ്രീബുദ്ധൻ്റെ പൂർണ്ണകായ പ്രതിമ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ചുമരുകളിൽ ദേവീദേവന്മാരുടെ രൂപങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ഘോരവനത്തിലാണ്. ഇവിടേക്ക് ഇപ്പോൾ തന്നെ വൈകുന്നേരം ഒരു 5 മണിയോ 6 മണിയൊക്കെ കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരാൾക്ക് വരാനൊന്നും കഴിയില്ല. അങ്ങനെയൊരു സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുറച്ച് മുനിമാർ വന്ന് അവർ ഇത്രയും വലിയ പാറക്കൂട്ടങ്ങൾ, ഇതൊക്കെ ഒറ്റക്കല്ലിൽ തുരന്നുണ്ടാക്കിയ വലിയ പാറകൾ തുരന്നുണ്ടാക്കിയ സ്ഥലങ്ങളാണ്. പാറകൾ അല്ലാതെ ഒന്നും നിർമ്മിതികളല്ല, ഒക്കെ പാറകൾ വെട്ടി തുരന്ന് ഉണ്ടാക്കിയ ഓരോ ശില്പങ്ങളും അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ ഹാളുമാണിത്. ഈ ഓരോ സ്റ്റെപ്പുകൾ വരെ പാറയിൽ വെട്ടിയുണ്ടാക്കിയതാണ്. ചില ഗുഹകളിൽ ഒക്കെ വാതിലുകൾ അടച്ചിട്ടിരിക്കുകയാണ്. അത് അടച്ചിട്ടിരിക്കുന്നതിൻ്റെ കാരണം മുകളിൽ നിന്ന് ചെറിയ കല്ലുകളൊക്കെ വീഴാൻ തുടങ്ങിയപ്പോൾ പുരാവസ്തു ഗവേഷകർ അതിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ്, അതായത് ആളുകളോ സന്ദർശകരൊക്കെ അകത്ത് വന്നാൽ അതിൽ കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടി പുറമേ നിന്ന് അവർ അതിൻ്റെ വാതിലൊക്കെ അടച്ചിരിക്കുകയാണ്. അല്ല, അധികം ഉള്ളിലേക്കില്ലാത്ത ഗുഹകളിലൊക്കെ നമുക്ക് ഇവിടുന്ന് അകത്തേക്ക് കടക്കാവുന്ന വിധത്തിലുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സ്റ്റെപ്പുകളൊക്കെ, ഈ നടന്നു പോകുന്ന സ്റ്റെപ്പുകളൊക്കെ ഇതൊക്കെ പാറക്കല്ലിൽ വെട്ടിയുണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ കഴിവ് അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന അവരുടെ ഒരു സമർപ്പണം ഒക്കെയാണ് നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ടത്. ഇവിടെ ഓരോ ഗുഹകളിലും ഓരോ നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഗുഹകളുടെ നമ്പറാണ്. ഇതിപ്പോൾ 5-ാം നമ്പർ ഗുഹയാണ്. പിന്നെ ഇപ്പം നമുക്ക് ഇവിടെ കാണാം, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ കുളിക്കരുത് അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങരുത് എന്നൊക്കെ. ഇപ്പം നിലവിൽ അവിടെ വെള്ളമൊന്നുമില്ല. പക്ഷെ മഴക്കാലത്ത് അത് മലയ്ക്ക് മുകളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവനും കുത്തിയൊലിച്ച് ഒഴുകുന്നത് ഇതിൻ്റെ നടുക്ക് ഭാഗത്തോടുകയാണ്. ഇത് 71-ാം നമ്പർ ഗുഹയാണ്. ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഗുഹകൾ തന്നെയുണ്ട്. ഇപ്പോൾ ഈ നടപ്പാതകളിലൊക്കെ കാണുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്തോ വർക്കുകളൊക്കെ ചെയ്തേക്കണ പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ നടപ്പാതകളിലൊക്കെ കല്ല് വിരിച്ചിടുന്നതൊക്കെ പുതിയ കല്ലുകളായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ചിലപ്പോൾ മുമ്പ് ഈ കൂടെ നടക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ ഇവിടെ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് ഇതിന് കല്ല് പാകിയതായിരിക്കാം. കാരണം സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഇത് കാണാൻ വരുന്നവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതി നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല ഉച്ച സമയത്ത് പൊള്ളുന്ന വെയിലിൽ നിന്ന് രക്ഷ നേടിയിട്ട് കുറച്ച് പേര്
ഗുഹയ്ക്കകത്ത് തണൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോവുകയാണ്. വീണ്ടും മുകളിലും ഇത് തന്നെയാണ്, ഗുഹകൾ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ആകൃതികളിലും വലുപ്പങ്ങളിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഗുഹകളുടെ ഏറ്റവും തുടക്കം ഇവിടെ നിന്നാണ്. ഇവിടെ നിന്നും തുടങ്ങുന്ന ഗുഹകളാണ്. ടോട്ടൽ 109ഓളം ഗുഹകളാണ്. ചിലതൊക്കെ കംപ്ലീറ്റായി മുഴുവനായിട്ട് ഉണ്ടാക്കി വൃത്തിയായതും ചിലതൊക്കെ പകുതി തുറന്ന് ബാക്കി വെച്ചതുമായിട്ടുള്ള ഗുഹകളാണ്. അവർക്ക് ഇത് ഏറ്റവും നല്ല കുളിരുള്ള ഒരു ഓർമ്മകളൊക്കെ സമ്മാനിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ മഴക്കാലത്ത് നല്ല വെള്ളപ്പാച്ചിലും അതിൽ നമുക്ക് ഈ വെള്ളമൊക്കെ നടുക്കൂടെയൊക്കെ വെള്ളമൊക്കെ ഒഴുകുന്നത് കാണാനായിട്ട് ഒരു പുതിയൊരു അനുഭവം തന്നെയായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ സഞ്ചാരികൾക്ക് ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ക്യാൻറ്റീനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ മുകളിലൊക്കെ പോയി നമ്മൾ തിരിച്ചിറങ്ങിയാണ്. ഇനി